ഷിയാബ്, ഞാൻ ഇതിൽ എന്നോട് ഒരു കാര്യം ഞാൻ എന്നോട് പറയാൻ വിട്ടുപോയി. അതായത് ഈ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് എന്തായാലും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ ഈ സച്ചേത് RBI.org.in എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. ഇത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഒരു സൈറ്റാണ്. ഇതിൽ ആണ് RBI നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പിന്നെ ആണ് ഈ പണസംബന്ധമായി എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒക്കെ കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പോർട്ടലും കൂടിയാണിത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ അടിഭാഗത്ത് രജിസ്ട്രേഡ് എൻറ്റിറ്റീസ് ഉണ്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടിയിലുണ്ട് CRCS എന്ന് പറഞ്ഞാൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു PDF ഫയൽ ഡൗൺലോഡ് ആവും. ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ആവുക. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ടീച്ചറാണ്, എൻ്റെ സാലറിയിൽ നിന്ന് 6% ഈ നിർബന്ധമായിട്ടും PFലേക്ക് അടക്കണം എന്നുണ്ട്. ആ 6% നിനക്ക് എന്താണ് നീ പിരിഞ്ഞ് വരുമ്പോഴാണ് എനിക്ക് കിട്ടുകയെന്ന് പറയും. അതിൻ്റെ ഇടയിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ തരും. പക്ഷേ അത് പിന്നെ 25% അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്, ഇൻട്രസ്റ്റാണ് കേട്ടോ, പലിശ നിങ്ങൾക്ക് തരുന്നത് 6%. എന്നാൽ നമ്മൾ BLM കൊടുക്കുന്നത് ആ ഇൻവെസ്റ്റിൻ്റെ പ്രോഫിറ്റ് ഡിവിഡൻഡ് നിങ്ങൾക്ക് തരുന്നത് 12%. നിങ്ങൾ പിന്നെ ടീച്ചേഴ്സിനോട് നമ്മൾ ഇത് ടീച്ചേഴ്സിനോട് മാത്രമല്ല ഗവൺമെൻറ് എംപ്ലോയീസിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്ന് അവർ അറിയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ ഒരു കോമഡി ഇതിൽ നടക്കുന്നുണ്ട്. ഈ ഫയലിൽ കണ്ടോ 149 പേജുകളുണ്ട്. ഈ 149 പേജിലും ഇതുപോലത്തെ ഇന്ത്യയിൽ ഇതുപോലെ വിവിധ സ്റ്റേറ്റുകളിൽ രജിസ്റ്റർ ചെയ്തുള്ള മൾട്ടി ഹൗസിംഗ് സൊസൈറ്റികളുടെ ലിസ്റ്റാണിത്. ഇത് ഈ ലിസ്റ്റിൽ ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഇതിൽ 19ാമത്തെ അറിയോ കേട്ടോ, 19 പ്രോവിഡൻറ്റ് ഫണ്ട് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ചെന്നൈ. അതായത് പിന്നെ നിങ്ങളെപ്പോലെയുള്ള ഈ ഫണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഫണ്ട് സ്വരൂപിച്ചിട്ട് ആ പൈസ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, ഈ മൾട്ടി ഹൗസിംഗ് സൊസൈറ്റിയിൽ ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ അതിൽ പെട്ടത് തന്നെയാണ്, അറിയാലോ. നമ്മുടെ നമ്പർ 235. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 20ാമത്തെ നോക്കിയാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓഫീസേഴ്സ് അസോസിയേഷൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. ഇതുപോലെ ഈ SBIക്ക് ഇതിൻ്റെ പല വിഭാഗങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ ഫണ്ട് മുഴുവനും, ഈ എംപ്ലോയീസിൻ്റെ ബാങ്ക് എംപ്ലോയീസിൻ്റെ ഫണ്ട് മുഴുവനും, SBI മാത്രമല്ല, ഇതിൽ സെർച്ച് ചെയ്താൽ എല്ലാ ബാങ്കുകളും ഉണ്ട്. ഇതിൽ 35ാമത്തെ സാധനം നോക്കിയാൽ വിജയ ബാങ്ക്, പിന്നെ 38 നോക്കിയാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇത് ഓരോ സ്ഥലത്തെ കേട്ടോ, അത് മദ്രാസ്, രാജാജി റോഡ് മദ്രാസ്. പിന്നെ 43 ഇവിടെ ഉണ്ടാവും, ICICI ബാങ്ക് ഓഫീസേഴ്സ്. പിന്നെ യൂണിയൻ ബാങ്ക് ഉണ്ടായിരുന്നു ഇതിൽ, യൂണിയൻ ബാങ്ക് 44ാമത്തെയാണ്. ഈ പലിശ നൽകുന്ന ഈ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ ഫണ്ട് മുഴുവൻ അവർ ഒരിക്കലും അവരുടെ സ്വന്തം ബാങ്കിൽ, ഈ ബാങ്ക് എംപ്ലോയീസിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, അവർ വർക്ക് ചെയ്യുന്ന അവരുടെ സ്വന്തം ബാങ്കിൽ അവർ ഫണ്ട് നിക്ഷേപിക്കുന്നില്ല.
കാരണം അവർക്കറിയാം അവിടെ മാക്സിമം 6% കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. ഇതുപോലത്തെ മൾട്ടി ഹൗസിങ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 12% കിട്ടുമെന്ന് അവർക്ക് പച്ചയായിട്ട് അറിയാം. നമ്മളിപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയിനോട് എൻ്റെ അടുത്ത് കുറച്ച് ഫണ്ട് ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ കൂളായിട്ട് പറയും എൻ്റെ ബാങ്കിലിട്ടോ എന്ന് പറയും, അവിടെ FD ഇട്ടോ എന്ന് പറയും. എന്നിട്ട് ആ പലിശ നമ്മളെ കൊണ്ട് തീറ്റിക്കും. അപ്പോൾ ഇതും കൂടി ഞാൻ എന്നോട് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിട്ടുപോയി. അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒന്ന് അറിഞ്ഞിരിക്കുക. എൻ്റെ സുഹൃത്തുക്കൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലേ, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ വന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊക്കെ ഈ 6% നിർബന്ധമായിട്ടുള്ള PF നിക്ഷേപിക്കുക. അതിൽ എൻ്റെ അഭിപ്രായമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ PF നിക്ഷേപിക്കരുത്. നിങ്ങൾക്ക് ഇതിലിട്ടൂടെ, എന്താ പ്രശ്നം നിങ്ങൾക്ക്? എത്ര ടീച്ചേഴ്സ് ഗവൺമെൻറ് എംപ്ലോയീസ് ഇതിലാണ് പോയിട്ടുണ്ട് അറിയോ? അവർക്കൊന്നും അറിയില്ലത്. ഈ BLM ഇതിങ്ങനെ പരസ്യപ്പെടുത്താറില്ലായിരുന്നു. അത് ഓരോരോ സ്റ്റാഫുകൾ പരസ്പരം സംസാരിച്ച് ഒരു മാൻ ടു മാൻ പബ്ലിസിറ്റി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചാനലിലൊക്കെ പരസ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ, പിന്നെ മറ്റേ 24 ആ ചാനലിലൊക്കെ പരസ്യങ്ങളുണ്ടെന്നൊക്കെ പറയണു. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഷിയാബെ. പിന്നെ വേറൊരു കാര്യം കൂടി എന്നോട് പറയാനുണ്ട്.